السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത്തഖില്ലാഹ ഹൈസുമാ കുന്ത വഅത്ബിഇസ് സയ്യിഅത്തൽ ഹസനത തംഹുഹ. ബഹുമാനപ്പെട്ട മുആദ് റളിയല്ലാഹു അൻഹു അബൂദർ റളിയല്ലാഹു അൻഹുടൊട്ടിಗೆ നടത്തിയ ഉപദേശമാണ്. ഒരു തെറ്റ് ആക്കിയെങ്കിൽ ഉടനെ നന്മയാക്കണു, ആ നന്മ തെറ്റ് മായ്ച്ചു കളയിട്. റുവിയ അന്ന റജുലൻ യുസമ്മ നബ്ഹാൻ അത്തമ്മാർ റളിയല്ലാഹു തആല അൻഹു. ചൊല്ലങ്കെത്ത ഒരാൾ, അയാൾ അങ്ങാടിയും അതിൽ കാരക്കയാണ്, ഈത്തപ്പഴമാണ് ബിത്തർ. അയാൾ ബിത്തോണ്ടിക്കട്. അവിടെ കാണു ഒരു അന്യ പെണ്ണ്, ചന്തത്തെ ഭംഗിയുള്ള സുന്ദരിയായ ഒരു പെണ്ണ് പണ്ട് അയിമ ഈത്തപ്പഴം വാങ്ങുകയാണ് പണ്ട്. ആ പെണ്ണിടെ കണ്ടപ്പ ഇയാൾ ചൊല്ലു, ഈ അങ്ങാടിയുടെ ഉൾഗ ഇതിരാട്ടി നല്ല ഈത്തപ്പഴമുണ്ട്, കാരക്കയുണ്ട്. അങ്ങനെ ആ പെണ്ണ് ഉൾഗ വന്നപ്പ ഇയാൾ അണച്ചുകൂട്ടു, ചുംബിക്കിട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുട്ട അയാൾ ബണ്ട് ഈ തെറ്റ് ആക്കിയത് അയാൾ ഓർമ്മയാവുടു, ഖേദത്തോടെ തൗബയോടെ ബണ്ട്. അയാൾ ചൊല്ലു, നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം നന്റെ ഹദ്ദെടുക്കണായെങ്കിലൊരവസ്ഥയാണ് ഞാൻ വലിയ തപ്പാക്കിയ. അതെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോക്കിയില്ല അയാള്. ഉമർ റളിയല്ലാഹു അൻഹു അപ്പ ചൊന്തു, നിങ്ങളെ മറച്ചു വെച്ചിട്ട് അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോക്കില്ല അല്ലെ നിങ്ങൾ പോറു. പക്ഷേ നബ്ഹാൻ അയാളെ മനസ്സിൽ വന്നത് വല്ലാത്ത തൗബയാണ്. അയാൾ പിന്തിരിഞ്ഞിട്ട് പിന്നെയും ആവർത്തിച്ചിട്ട് അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുട്ട വന്നിട്ടല്ല മായിസ് റളിയല്ലാഹു അൻഹു ഞാൻ വ്യഭിചരിച്ചാൻ ചെന്നപ്പ അല്ല നീ ചുംബിച്ചതായിട്ടിക്കു തൊട്ടതായിട്ടിക്കു ഒരയാളെ പിന്തിരിപ്പിക്കോ നോക്കിയിട്ട്, അഥവാ അത് വലിയ തൗബ ആക്കിയ ആളാണ്. അയാളും റബ്ബും തമ്മിൽ മാപ്പ് കേട്ടെങ്കിൽ അള്ളാഹു പൊറുക്കുറുതാണ്. അപ്പൊ അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്തിരിപ്പിക്കുവാനായിട്ട് കുറെ കാര്യങ്ങൾ ചൊന്തു. ചുംബിച്ചതായിട്ടിക്കോ തൊട്ടതായിട്ടിക്കോ അല്ല, അവസാനം നിർബന്ധം പിടിച്ചിട്ട് അയാൾ ചെന്നപ്പോഴാണ് ഹദ്ദടിക്കൊണായിക്കത്തൊരവസ്ഥ വന്ന്. കൂടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യം പിന്തിരിഞ്ഞിട്ട് അയാൾ ചെന്നപ്പ ഇയാൾ വിടില്ല. പിന്നെയും സംഭവങ്ങൾ ഫുൾ അയാൾ വിശദീകരിച്ചിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. പിന്നെയോ അണച്ചുകൂട്ടിയതാണ്, ചുംബിച്ചതാണ്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുക, തവല്ലഉ ഉളുഅൻ ഹസന, നിങ്ങൾ നല്ല ഉളു എടുക്കോറും ചെന്ന്. അങ്ങനെ അയാൾ ഉളു എടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒട്ടിಗೆ നിസ്കരിച്ചിട്ട് അപ്പോഴാണ് ഖുർആൻ ഇറങ്ങുന്നത്, വഅഖിമിസ് സ്വലാത്ത ത്വറഫൈൻ നഹാരി വസുലഫം മിനൽ ലൈൽ ഇന്നൽ ഹസനാതി യുദ്ഹിബുനസ് സയ്യിആത്. നിങ്ങ നിസ്കരിക്കറു പകലുടെ 2 സമയത്ത്, രാവിലെയും വൈകുന്നേരവും നിസ്കരിക്കറു. സുബ്ഹി ളുഹുർ അസർ ആ നിസ്കാരങ്ങൾ നിസ്കരിക്കറു. അതുപോലെ വസുലഫം മിനൽ ലൈൽ രാത്രിയുടെ സമയത്തും നിസ്കരിക്കറു. മഗ്രിബ് ഇശാ. ഇന്നൽ ഹസനാത്ത് നന്മകൾ, 5 നേരത്തെ നിസ്കാരം പോലത്തെ നന്മകൾ, യുദ്ഹിബുനസ് സയ്യിആത് അത് ചെറുദോഷങ്ങളെ എല്ലാം ഇല്ലാണ്ടാക്കിടുന്നിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലു. അപ്പൊ അയാൾ കേക്കിട, അലിഹാദ ഇത് നക്ക് മാത്രമാണോ നബിയെ? അല്ല ബാക്കി രംഗ് ഉണ്ടാണ്ട ചോദ്യം. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലു, ലി ജമീഇ ഉമ്മത്തി, നന്റെ ഉമ്മത്ത് എല്ലാവർക്കും ഈ ഓഫർ ഉണ്ട്. അപ്പോ നന്മകൾ തെറ്റുകളെ മായ്ച്ചു കളയിടുന്നിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പടിപ്പാട്ടിയെ. അതാണ് സ്വഹാബത്തൊട്ടിಗೆ എടുത്ത്, നിങ്ങളെ ഒരാളെ ഔത്ര ജാലില് ഒരു പൊല ഇങ്ങനെ ഒൽകുടു, അതിൽ 5 നേരവും അയാൾ കുളിക്കുന്നുണ്ടായെങ്കിൽ അയാളെ തടിയിൽ ചേറിക്കുക, മണ്ണിക്കുക ഇല്ലാൻ ചെന്നാർ. അതുപോലെയാണ് 5 നേരത്തെ നിസ്കാരം. ഒരാൾ നിസ്കരിക്കുമ്പോ അവന്റെ കുറ്റങ്ങൾ മായ്ക്കപ്പെടുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പടിപാട്ടി തന്നോണ്ടുള്ള ദോഷങ്ങൾ പൊറുക്കപ്പെടുക. ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുട്ട വന്നിട്ട് ചൊല്ലു, യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം നാനിതാ തപ്പാക്കിട, വല്ലാത്ത തപ്പാണ്, അത് പൊറുക്കണമെങ്കിൽ എന്താക്കണു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കരുത്, ദംബുക അഅ്ലമു അമിസ് സമാവാത്ത്, നിങ്ങളെ ദോഷമാ ബൽദ് അല്ല ആകാശമാ ബൽദ്. അയാൾ ചൊല്ലു, ആകാശത്താട്ടി ബൽദാണ് നിന്റെ ദോഷം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേൾക്കരുത്, നിങ്ങളെ കുറ്റമാണോ ബൽദ് അല്ല അള്ളാഹുടെ കുർസിയാണോ? ഇല്ല, നിന്റെ ദോഷം അത്രയും ബൽദാണ്. ദംബുക അഅ്ലം അമിൽ അർഷ്, നിങ്ങളെ ദോഷമാണോ ബൽദ് അല്ല അർഷാണോ? അള്ളാഹുടെ അർഷും ചൊല്ല സൃഷ്ടിയാണോ? വിശാലമായ ഏറ്റവും വലിയ സൃഷ്ടി. അയാൾ ചൊല്ല അപ്പോഴും ഇല്ല നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിന്റെ ദോഷം വളരെ വലുതാണ്. അപ്പ കേക്കരുത്, ദംബുക അഅ്ലമു അമില്ലാ, നിങ്ങളെ കുറ്റമാണോ ബൽദ് അല്ല അള്ളാഹു ആണോ? അപ്പ അയാളെ മറുപടി, ബൽ അഫ്വുല്ലാഹി അഅ്ലം, അള്ളാഹുടെ അഫ്വാണ് ഏറ്റവും വന്നമായത്. ഞാൻ എന്താക്കിയെങ്കും നന്റെ രാജാവായ അർഹമുർ റാഹിമീനായ റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ മുട്ട ഖേദിച്ചു പോയെങ്കിൽ അവന് മാപ്പ് തണ്ട. അള്ളാഹു ആണോ ബൽദിൻ കേൾക്കുമ്പോ അള്ളാഹുടെ അഫ്വാണ് ബൽദിൻ അയാൾ ചൊല്ലു. അപ്പൊ എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു പരിഹാരം, നിങ്ങ ജിഹാദുക പോറു, അള്ളാഹുടെ തെർലു ജിഹാദുക പോറും ചെന്നപ്പ അയാൾ ചൊല്ലു, നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം ആൾമാരെ കൂട്ടത്തിൽ വലിയ പേടിയുള്ള ആളാണ്. ഞാൻ ജാവുക പറഞ്ഞെങ്കിൽ നിന്റെ കൂട്ടത്തിലുള്ള ആള് അല്ലെങ്കിൽ നിന്റെ ഭാര്യ നിന്റെ ഒട്ടിಗೆ നിക്കണു, ഇല്ലെങ്കിൽ നിനക്ക് പേടിയാവുള്ളൂ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്ത മറുപടി, അലൈക ബിസ്സിയാം, നിങ്ങ നോമ്പെടുക്കറു. അപ്പോഴും
അയാളെ മറുപടി വല്ലാഹി യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നോമ്പെടുക്കൂ പറ്റിയതെന്തും നന്റെ മുട്ടയില്ല, അത്താള ഉണ്ണുക അല്ലാണ്ട് ഇഫ്താറുക പറ്റിയതെന്തും ഇല്ല, ഞങ്ങളെ മുട്ട എന്തും ഇല്ല നബിയെ, അതും നമുക്ക് സാധ്യമല്ല. അയാളൊട്ടിಗೆ ചെല്ല് അലൈക ബിസ്സലാത്തി ഫീ ജൗഫിൽ ലൈൽ, രാത്രി സമയത്ത് നിങ്ങൾ നിസ്കരിക്കണു. അപ്പോഴും മറുപടി യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൗലാ അന്ന അഹ്ലി യുഖിദൂനി ലിസലാത്തി സുബ്ഹ് മാ ഖുംതു ലഹാ, നന്റെ ഔത്രങ്ങാണ് സുബഹി നിസ്കാരത്തുക നന്റെ വന്ത്രെ, ഇല്ലെങ്കിൽ അതുക്കും ഞാൻ എണിക്കലന്ത് നക്ക് ഉറക്കാണ് ഇശർത്തഹുല്ല. ഫതബസ്സമ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹത്താ ബദത് നവാജിദുഹു, മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിക്കിട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പല്ലിങ്ങനെ കാണ്ടുന്ന പല്ല് വിട്ട് ചിരിക്കിട് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സുമ്മ ഖാല, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാൾക്ക് സിമ്പിളായ പരിഹാരം ചെന്നു കൊടുക്കുdu. അലൈക ബി കലിമതൈനി ഖഫീഫതൈനി അലൽ ലിസാൻ തഖീലതൈനി ഫിൽ മീസാൻ ഹബീബതൈനി ഇലർ റഹ്മാൻ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. നിങ്ങ രണ്ട് കലിമത്ത് ചൊല്ലറു, അത് നാവുൽ ചൊല്ലുക വളരെ സുലഭാണ്, മീസാന്റെ തട്ടിൽ വളരെ ഭാരമുള്ളതാണ്, റഹ്മാനായ റബ്ബുക്ക് വലിയ ഇഷ്ടാണ്, അത് ചൊല്ലറു. എന്താണത്? സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ആണ് റിപ്പോർട്ടാക്കടെ. ഇത് നിങ്ങൾ ചൊല്ലറൂൻ ചെന്നപ്പോ ഫഫഅല, അയാൾ അങ്ങനെ ആക്കിത്തീണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾക്ക് ചൊന്നു കൊടുത്തെങ്കത്തെ പരിഹാരമാണ്. തെറ്റുകൾ ആക്കുമ്പോ ഇപ്പുറത്ത് നന്മയാക്കിയെങ്കിൽ ആ നന്മ തെറ്റ മായ്ച്ചുകളയിരുണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങൾക്ക് പടിപ്പാട്ടി തന്നോണ്ടുള്ള ഒരടിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെന്നെങ്കിൽ അത് അയാളെ ഏടുക പണ്ട് അവിടെ രേഖപ്പെടുത്തപ്പെടുക. അവിടെ തെറ്റിൻ തിണ്ടായെങ്കിൽ ആ തെറ്ററെ ഇത് മായ്ക്കിട്, ആ തെറ്ററെ ഇത് മായ്ച്ചുകളയിരുണ്ടാണ്. ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു 4-3 വട്ടം ചെന്നെങ്കിൽ അവന്റെ ആ 4 ദോഷങ്ങൾക്ക്, ചെറുദോഷങ്ങൾക്ക് അത് കഫാറത്തായി മാറു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പടിപ്പാട്ട്. ഒരാൾ നല്ല ഉളു എടുക്കിട്, എന്നിട്ടോ പള്ളിക പോയി അയാൾ പള്ളിക പോണ്ടുണ്ടായെങ്കിൽ അയാൾക്ക് ഓരോ ചവിട്ടടിക്ക് പകരം അള്ളാഹു നന്മയെഴുതറ. ഈ സമുദായത്തെ ആയുസ് വളരെ ചെറുതാണെങ്കിലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയാണ് പ്രതിഫലങ്ങൾ നമുക്ക് പടിപ്പാട്ടി തന്നര്. ആ പള്ളിക പോകുമ്പോ ഒരു സ്റ്റെപ്പ് നന്മ കൂടു, ദറജ സ്ഥാനമാനങ്ങൾ കൂടു, കുറ്റങ്ങൾ മായ്ക്കപ്പെടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഓർക്ക കേട്ടിട്ടിന്ത് അലാ അതുല്ലുക്കും, നിങ്ങക്ക് ഞാൻ അറിയിച്ചു തരട്ട, കുറ്റങ്ങൾ അള്ളാഹു മായ്ച്ചുകളയുടെ സ്ഥാനമാനങ്ങൾ ഉയർത്തിക്കളയുടെ ഒരു നന്മയുണ്ട് പടിപ്പാട്ടി തരട്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു. എന്താണത്? പ്രയാസമുള്ള ടൈമിൽ ഉളു പൂർണ്ണമായി, വളരെ നല്ല തണുപ്പുള്ള രാത്രിന്റെ വിചാരിക്ക അണ്ട് പൂർണ്ണമായും ഉളു എടുക്കടെ. അതുപോലെ പള്ളിക്ക് ധാരാളം നടന്നു പോണ്ട സ്റ്റെപ്പുകൾ അധികരിപ്പിക്കടെ. ഒരു നിസ്കാരം കഴിഞ്ഞിട്ട് അടുത്ത നിസ്കാരം പ്രതീക്ഷിച്ചിട്ടങ്ങ് ഇരിക്കുമ്പോ ഇതെല്ലാം നിങ്ങളെ ദോഷങ്ങൾ പൊറത്തു കളയരുതാണ്, സ്ഥാനമാനങ്ങൾ ഉയർത്തിക്കളയരുത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങൾക്ക് പടിപ്പാട്ടിത്തണ്ട്. ഇങ്ങനെ എത്ര മഹത്വങ്ങളാണ്. ആശുറാ നാളുടെ നോമ്പെടുത്തെങ്കിൽ കഴിഞ്ഞുപോയ കുറ്റങ്ങൾ പൊറുപ്പിക്കിട്. അതുപോലെ അറഫാ നാളുടെ നോമ്പെടുത്തെങ്കിൽ മുന്നലത്തെ ഒരു വർഷ പിന്നെ വേണ്ട ഒരു വർഷത്തെ ദോഷങ്ങൾ പൊറുക്കപ്പെടുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഞങ്ങൾക്ക് പടിപ്പാട്ടി തന്നോണ്ടുള്ളേ. ഇങ്ങനെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങൾക്ക് ധാരാളം നന്മകൾ പടിപ്പാട്ടി തന്നു. ഒരു റിപ്പോർട്ടിലുണ്ട് 2 കാര്യങ്ങൾ. അതൊരു മുസ്ലിമായ ആള് ശ്രദ്ധിച്ചാണ്ടായെങ്കിൽ അയാൾ സ്വർഗത്തുക്ക് പോണ്ടുകൊണ്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പടിപ്പാട്ട്. അത് വളരെ ചെറുതാണ്, സുലഭാണ്. എന്താണത്? എല്ലാ നിസ്കാരത്തെ പിറകെ 10 വട്ട തസ്ബീഹ് ചൊല്ലട്ട്, 10 വട്ട അൽഹംദുലില്ലാ ചൊല്ലട്ട്, 10 വട്ട അല്ലാഹു അക്ബർ ചൊല്ലട്ട്. അങ്ങനെ ഫദാലിക 50 വമിഅ ബിൽ ലിസാൻ വഅൽഫ് വഖംസുമിഅ ഫിൽ മീസാൻ. അങ്ങനെ ചെന്നെങ്കിൽ 150ഓളം ഒരു നാൾക്ക് എത്രയാണ് പ്രതിഫലങ്ങൾ കിട്ടുപോണ്ടേ. ഒരു നാളില് ചെല്ലുമ്പോ 150 ആയിട്ട്, പക്ഷെ മീസാന്റെ തട്ടിൽ അത് 1500 പ്രതിഫലങ്ങൾ കിട്ടുണ്ടാണ്. വയുകബ്ബിറു 34. അപ്പോ നിസ്കാരത്തെ പിറകെ ഞങ്ങൾ 33 ചൊല്ലുമ്പോ ഇതേതായാലും കിട്ടും. അതേ സമയത്ത് ഒരാൾ ഉറങ്ങു പോകുമ്പോ അയാൾ 34 അല്ലാഹു അക്ബർ, 33 അൽഹംദുലില്ലാ, 33 സുബ്ഹാനല്ലാഹ് ഇത് ചൊല്ലട്ട്. അത് നാവുൽ 100 ആണെങ്കിലും മീസാനിൽ 1000 ഒരു നാളില് ജാവുകും പോലുകും ഇങ്ങനെ 2500 പ്രതിഫലം. സുബ്ഹാനല്ലാഹ്. അത്രയും തെറ്റുകൾ മായ്ക്കപ്പെടുന്നുണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഞങ്ങൾക്ക് പടിപ്പാട്ടിത്തണ്ട്. അപ്പോ മൊത്തത്തിൽ ഏറ്റവും നല്ല ഉപദേശമാണ് ഇത്തഖില്ലാഹ ഹൈതുമാ കുന്ത. നീ എവിടെ ഇന്നെങ്കിലും അള്ളാഹുടെ പേടിക്കണവും ചൊല്ലെങ്കെത്ത നല്ല ഉപദേശമാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങൾക്ക് പടിപ്പാട്ടി തന്നോണ്ടുള്ളേ. അതുപോലെ ഒരു തെറ്റാക്കുമ്പോ ഉടനെ നന്മയാക്കി തീണ്ടായെങ്കിൽ
തെറ്റുകൾ മായ്ക്കപ്പെടുന്നുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു, അള്ളാഹു തെറ്റുകളെല്ലാം മായ്ക്കപ്പെട്ട് നന്മകൾ ധാരാളമായി അള്ളാഹുടെ മുട്ട പോണ്ട സ്വാലിഹ്യങ്ങളിൽ ഞങ്ങളെല്ലാം ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.